ഹരിയോ. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് നവഗ്രഹ മന്ത്രമാണ്. ആദ്യം ആ മന്ത്രമൊന്ന് ചൊല്ലാം. ഓം സൂര്യായ ശീതരുചയേ ധരണീസുതായ സൗമ്യായ ദേവഗുരവേ ഭൃഗുനന്ദനായ സൂര്യാത്മജായ ഭുജഗായ ച കേതവേ ച നിത്യം നമോ ഭഗവതേ ഗുരവേ വരായ. ഇതാണ് മന്ത്രം. സാധാരണ മന്ത്രങ്ങളിൽ നിന്നും ഈ മന്ത്രത്തെ വ്യത്യസ്തമാക്കുന്നത് ഇത് നവഗ്രഹങ്ങളെ വെവ്വേറെയായി കാണാതെ എല്ലാ ഗ്രഹങ്ങളെയും ഒരേ ശക്തിയുടെ പ്രകടീകൃത ഭാവമായി കണ്ട് ആ ശക്തിക്കാണ് നമസ്കാരം അർപ്പിക്കുന്നത്. പരമാത്മസ്വരൂപത്തിൽ ഇരിക്കുന്ന ഭഗവാനാണ് ഇവിടെ നമസ്കാരം അർപ്പിക്കുന്നത്. നമുക്ക് മന്ത്രത്തിലെ ഓരോ പദത്തിൻ്റെ അർത്ഥം ആദ്യമൊന്ന് നോക്കാം. സൂര്യായ, സൂര്യനായിക്കൊണ്ട്. ശീതരുചയെ, ശീതമായ രുചിയുള്ളവൻ. ശീതം തണുത്തത്, രുചി എന്നാൽ കിരണങ്ങൾ, തണുത്ത കിരണങ്ങൾ ഉള്ളവൻ, അതായത് സോമൻ അഥവാ ചന്ദ്രൻ. ചന്ദ്രനായിക്കൊണ്ട്. ധരണീസുതായ, ധരണി എന്നാൽ ഭൂമി, സുതൻ എന്നാൽ മകൻ, ഭൂമിയുടെ മകൻ. കുജൻ അഥവാ ചൊവ്വ, ചൊവ്വയ്ക്കായിക്കൊണ്ട്. സൗമ്യായ, സൗമ്യൻ എന്നാൽ സോമന്റെ മകൻ, ചന്ദ്രന്റെ മകൻ, അതായത് ബുധനായിക്കൊണ്ട്. ദേവഗുരവേ, ദേവന്മാരുടെ ഗുരുസ്ഥാനത്തിരിക്കുന്നവൻ, അതായത് ബൃഹസ്പതി, വ്യാഴത്തിനായിക്കൊണ്ട്. ഭൃഗുനന്ദനായ, ഭൃഗുവിൻ്റെ മകൻ, അതായത് ശുക്രനായിക്കൊണ്ട്. സൂര്യാത്മജായ, സൂര്യൻ്റെ മകൻ, അതായത് ശനീശ്വരനായിക്കൊണ്ട്. ഭുജഗായ ച, രാഹുവിനായിക്കൊണ്ട്. കേതവേ ച, കേതുവിനായിക്കൊണ്ട്. നിത്യം നമോ, നിത്യം നമസ്കാരത്തെ അർപ്പിക്കുന്നു. ഭഗവതേ ഗുരവേ വരായ, ഭഗവാനായ ഗുരുവായ വരനായിക്കൊണ്ട് നിത്യം നമസ്കാരത്തെ അർപ്പിക്കുന്നു. ഈ അവസാനത്തെ 3 വിശേഷണങ്ങൾ ഒരു ശക്തിയെ സൂചിപ്പിക്കുന്നു. ആ ശക്തിക്കാണ് നമസ്കാരം അർപ്പിക്കുന്നത്. ആ ശക്തി തന്നെയാണ് 9 ഗ്രഹങ്ങളായും പ്രകാശിക്കുന്നത് എന്നാണ് ഈ മന്ത്രം പറയുന്നത്. ഇവിടെ ആദ്യം പറയുന്നു ഭഗവതേ, ഭഗവാനായിക്കൊണ്ട്. ഭഗ എന്നാൽ 6 ഗുണങ്ങളാണ്. ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാനം, വൈരാഗ്യം. ഈ 6 ഗുണങ്ങൾ ആരിലുണ്ടോ, ഈ 6 ഗുണങ്ങൾ ആരിൽ നിന്ന് ഉദ്ഭവിക്കുന്നുവോ, പ്രപഞ്ചത്തിലുള്ളവർക്ക് ഈ 6 ഗുണങ്ങളെ ആര് പ്രദാനം ചെയ്യുന്നുവോ അവൻ ഭഗവാൻ. അടുത്തതായി പറയുന്നു ഗുരു. ഗുരു എന്നാൽ ഒരർത്ഥം പ്രകാശം, അതായത് ഇരുട്ടിനെ ഇല്ലാതെയാക്കുന്നവൻ. അപ്പോൾ സ്വയം പ്രകാശ സ്വരൂപനായവൻ. ഭഗവാൻ എവിടെയുണ്ടോ അവിടെ ഇരുട്ടില്ല. ഇരുട്ട് എന്നാൽ അജ്ഞാനം. അപ്പൊ ഭഗവാന്റെ സാന്നിധ്യം തന്നെയാണ് ജ്ഞാനം. കാരണം ജ്ഞാനസ്വരൂപനാണ്. അതുകൊണ്ട് ഭഗവാൻ പരമാത്മസ്വരൂപത്തിൽ ഇരിക്കുന്നവനാണ്, ഗുരുവാണ്. ഗുരുവെന്ന വാക്കിന് വലുത് എന്ന അർത്ഥവുമുണ്ട്. അത്യതിഷ്ഠ ദശാങ്കുലം, അതായത് പ്രപഞ്ചത്തെ മുഴുവൻ വ്യാപിച്ച് അതിനപ്പുറം ഒരു 10 അങ്കുലം അപ്പുറം ചെന്ന് നിൽക്കുന്നു ഭഗവാൻ എന്ന് പുരുഷ സൂക്തം പറയുന്നു. അപ്പൊ പ്രപഞ്ചമാണ് നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും വലുത്. അതിനേക്കാൾ വലുതാണ്. മഹതോ മഹീയാൻ എന്ന് ഉപനിഷത്തും പറയുന്നു. അപ്പൊ ഏറ്റവും വലുത്, ഏറ്റവും ഗുരുവായവൻ ഭഗവാൻ തന്നെ. വരൻ, ശ്രേഷ്ഠൻ. ശക്തിക്ക് പല തലങ്ങൾ കൽപ്പിക്കാം. അങ്ങനെ തലങ്ങൾ കൽപ്പിച്ച് ശക്തികളെ പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും ഉയർന്ന തലത്തിലുള്ളത് ഭഗവാൻ തന്നെയാണ്. കാരണം എല്ലാ ശക്തിയുടെയും ഉറവിടമാണ്, എല്ലാ ശക്തിയുടെയും കേന്ദ്രമാണ്. ഭഗവാനിൽ നിന്നാണ് പ്രപഞ്ചത്തിലുള്ള എല്ലാ ദേവതകൾക്കും ശക്തി ലഭിക്കുന്നത്. അങ്ങനെയുള്ള ഭഗവാനായിക്കൊണ്ട് നമസ്കാരം. ആരാണത്? നാരായണൻ തന്നെ. ആ നാരായണനെയാണ് ഈ മന്ത്രത്തിൽ സ്തുതിക്കുന്നത്, നമിക്കുന്നത്. നാരായണന്റെ പ്രകാശത്തെ കടം കൊണ്ടിട്ടാണ് മറ്റു ദേവതകൾ പ്രകാശിക്കുന്നത്. ഗ്രഹങ്ങളും ദേവതകളാണ്. ഗ്രഹങ്ങൾ നമുക്ക് നമ്മുടെ കർമ്മത്തിന്റെ ഫലത്തെയാണ് നൽകുന്നത്. എന്നാൽ ഈ ഗ്രഹങ്ങളെ മുഴുവൻ നിയന്ത്രിച്ചു നിർത്തിക്കൊണ്ട് നമ്മുടെ കർമ്മങ്ങളെ നിയന്ത്രിക്കുന്ന, കർമ്മങ്ങളുടെ ഫലത്തെ നിയന്ത്രിക്കുന്ന, ആ കർമ്മഫലങ്ങളെ നൽകുന്ന ഗ്രഹങ്ങളെയും നിയന്ത്രിക്കുന്ന ശക്തി സ്വരൂപനാണ് ഭഗവാൻ നാരായണൻ. അതുകൊണ്ട് ഗ്രഹങ്ങളെ വെവ്വേറെയായി കാണാതെ ഭഗവാനെ ശരണം പ്രാപിച്ചാൽ എല്ലാ ഗ്രഹങ്ങളും നമുക്ക് അനുകൂലമായി ഭവിക്കും എന്ന ഒരു ഉപദേശം ഈ മന്ത്രത്തിലുണ്ട്. ഗ്രഹങ്ങളെ വെവ്വേറെയായി കാണുമ്പോൾ പല ശക്തികൾ ഉണ്ടെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും. അവയുടെ സ്വാധീനത്തിൽ നമ്മൾ കഷ്ടപ്പെടും. എന്നാൽ വാസ്തവത്തിലുള്ളത് ഒരേ ചൈതന്യമാണ്, ഒരേ ഈശ്വരനാണെന്ന് മനസ്സിലാക്കിയാൽ തന്നെ മനസമാധാനം ഉണ്ടാവും. ഇത് മനസ്സിലാക്കി ആ ഭഗവാനെ നമിച്ചുകൊണ്ട് നമ്മുടെ കർമ്മദോഷങ്ങളാണ് നമുക്ക് വരുന്നതെന്ന് മനസ്സിലാക്കി ആ കർമ്മദോഷങ്ങളെ തീർത്ത് തന്ന് നമ്മളെ പരിശുദ്ധരാക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാനെ ഈ മന്ത്രത്തോട് സ്തുതിക്കണം. അങ്ങനെ നമസ്കാരം ഭഗവാൻ അർപ്പിക്കുന്ന സമയത്ത് നമ്മുടെ കർമ്മദോഷങ്ങളെല്ലാം കൊഴിഞ്ഞു പോവുകയും ദുരിതങ്ങൾ ഇല്ലാതെയാവുകയും ജീവിതം ഐശ്വര്യപൂർണവും സന്തോഷപൂർണവുമായി ഭവിക്കും. അപ്പോൾ ഗ്രഹപ്രസാദം ഉണ്ടായി എന്ന് പറയാം. വാസ്തവത്തിൽ നമുക്ക് ലഭിക്കുന്നത് ഈശ്വര പ്രസാദമാണ്, നാരായണ പ്രസാദമാണ്.
അപ്പോൾ ഗ്രഹങ്ങൾ അവരുടെ കർമ്മം നിർവഹിക്കുന്നത് ഭഗവാന്റെ സ്വാധീനത്തിൽ ആണെന്ന് മനസ്സിലാക്കി ഗ്രഹങ്ങളെ വെവ്വേറെയായി കാണാതെ അവയിൽ മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന, അവയെ മുഴുവൻ നിയന്ത്രിച്ചു നിർത്തുന്ന ശക്തിയായ നാരായണനെ ശരണം പ്രാപിക്കാൻ ഈ മന്ത്രം ഉപദേശിക്കുന്നു. അപ്പോൾ ഈ അർത്ഥം മനസ്സിലാക്കി നമ്മുടെ എല്ലാ ദോഷങ്ങളും അകറ്റിത്തരണം എന്ന ഭാവത്തോടു കൂടി ഈ മന്ത്രത്തെ ചൊല്ലി ദിവസവും ഭഗവാൻ നാരായണനെ നമിക്കുക. അതിനുള്ള ഭാഗ്യം ഭഗവാൻ എല്ലാവർക്കും നൽകട്ടെ. അങ്ങനെ ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ജീവിതം ധന്യധന്യമായി തീരും. ഹരി ഓം.